ഹലോ ഫ്രണ്ട്സ്, സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദി എളുപ്പത്തിൽ പഠിക്കാം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. വീട്ടമ്മ ഗണേശന് ജോലികളെല്ലാം മനസ്സിലാക്കി ചെയ്യിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡ് ഇത് തന്നെയായിരുന്നു. അപ്പൊ അത് കണ്ടവർക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഗണേശ് എന്ന് പറഞ്ഞ ഒരു ബീഹാറി ചെക്കൻ ഒരു വീട്ടു ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ വീട്ടമ്മ അവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വന്ന ദിവസം മുഴുവൻ റെസ്റ്റ് എടുപ്പിച്ചു. പിറ്റേന്ന് അടുക്കളയിലേക്ക് വിളിച്ച് അടുക്കള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരടുത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് ഇപ്പം തുടർച്ചയായിട്ട് കാണാം. ആ ചെറുപയർ കഴുകി കുക്കറിൽ ഇടുക. അപ്പൊ അടുക്കള ജോലിയിൽ ഹെൽപ്പ് ചെയ്യാണ് അവന് പോയിട്ട്. മൂങ് കി ദാൽ ധോക്കർ കുക്കർ മേ ഡാൽ ദോ. മൂങ് കി ദാൽ എന്ന് പറയുന്നത് ചെറുപയറിനെ കൊണ്ടാണ്. ചെറുപയറില്ലേ, അറിയാലോ. മൂങ് കി ദാൽ ചെറുപയർ. ധോക്കർ കുക്കർ മേ ഡാൽ ദോ. ധോന എന്ന് പറഞ്ഞാൽ കഴുകുക. ധോക്കർ കഴുകിയിട്ട് കുക്കർ മേ ഡാൽ ദോ, കുക്കറിൽ ഇട്ടോളൂ. കുക്കറിന് രണ്ട് ഭാഷയിലും കുക്കർ എന്ന് തന്നെ പറയാം, മലയാളത്തിലും ഹിന്ദിയിലും ഈവൻ ഇംഗ്ലീഷിലും. മൂങ് കി ദാൽ ധോക്കർ. മൂങ് കി ദാൽ. ഏത് ദാൽ എന്ന് പറഞ്ഞാലും പരിപ്പ് പയർ വർഗ്ഗങ്ങൾക്കൊക്കെയാണ് ദാൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകം എടുത്തു കാണിക്കാണ്, ചെറുപയർന്ന് എടുത്തു കാണിക്കേണ്ടിയിട്ടാണ് മൂങ് കി ദാൽ. ധോക്കർ കുക്കർ മേ ഡാൽ ദോ, കഴുകിയിട്ട് കുക്കറിൽ ഇടൂ. ഡാൽ ദോ എന്ന് പറഞ്ഞാൽ ഇട്ടോളൂ. അതിൽ 2 തക്കാളിയും 2 പച്ചമുളകും മുറിച്ചിടുക. അതിൽ എന്ന് പറയുന്നതിന് ഉസ്മേ എന്ന് പറഞ്ഞാൽ ആ കുക്കറിൽ ചെറുപയറിന്റെ കൂടെ. ദോ ടമാട്ടർ. ടമാട്ടർ എന്ന് പറഞ്ഞാല് ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളി. ഔർ പിന്നെ ദോ ഹരി മിർച്ച്. 2 പച്ചമുളക്. ഹരി മിർച്ച് എന്ന് പറഞ്ഞാൽ പച്ചമുളക്. മിർച്ച് എന്ന് മാത്രം പറയുകയാണെങ്കിൽ മുളകാണ്. ഹരി മിർച്ച് എന്ന് പറയുമ്പോൾ പച്ചമുളക്. കാട്കർ ഡാൽ ദോ, കട്ട് ചെയ്ത് അതിലേക്ക് ഇടാൻ, മുറിച്ചിട്ട് അതിലേക്ക് ഇടാൻ. ദോ ടമാട്ടർ ഔർ ദോ ഹരി മിർച്ച് കാട്കർ ഡാൽ ദോ. 2 തക്കാളിയും 2 പച്ചമുളകും മുറിച്ച് ആ കുക്കറിൽ ഇട്ടോളൂ. ദാലിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ മൂങ് ദാലിന്റെ കൂടെ. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയർ. ഇനി മറക്കരുത്, മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ ചെറുപയറാണെന്നുള്ള കാര്യം മറക്കരുത്. കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം. സാത്തുമേ. കൂടെ എന്ന് പറഞ്ഞാൽ സാത്തുമേ, അതിന്റെ കൂടെ, തക്കാളിയുടെ പച്ചമുളകിന്റെ ഒക്കെ കൂടെ. ആധാ ചോട്ടാ ചമച്ച് ഹൽദി പൗഡർ. ആധാ എന്ന് പറഞ്ഞാൽ പകുതി. ചോട്ടാ ചമച്ച് എന്ന് പറഞ്ഞാൽ ടീസ്പൂണിനാണ് പറയുന്നത് കേട്ടോ. ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ ഉണ്ട്, പലതരം സ്പൂണുകളുണ്ട്. അതിന്റെ മെഷർമെന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചെറിയ ടീസ്പൂണിനാണ് ചോട്ടാ ചമച്ച് എന്ന് പറയുന്നത്. ആധാ ചോട്ടാ ചമച്ച് എന്ന് പറഞ്ഞാൽ ആ സ്പൂണിന്റെ പാതി ഭാഗം, ചെറിയ ടീസ്പൂണിന്റെ പാതി ഭാഗം. ഹൽദി പൗഡർ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി. ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ. और आधा छोटा चम्मच പാതി ചെറിയ സ്പൂൺ മിർച്ച് പൗഡർ ബി ഡാൽ ദേന. മിർച്ച് പൗഡർ എന്ന് പറഞ്ഞാൽ മുളക് പൊടി. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് 2 ഗ്ലാസ് വെള്ളവും ഒഴിക്കുക. 1 ചമ്മച്ച് നമക് ഡാൽക്കർ 2 ഗിലാസ് പാനി ബി ഡാൽ ദോ. 1 ചമ്മച്ച് 1 സ്പൂണ് നമക് ഡാൽക്കർ. നമക് എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇട്ടിട്ട് 2 ഗിലാസ് 2 ഗ്ലാസ്. ഗിലാസ് എന്ന് പറയുന്നത് ഗ്ലാസിനെ കൊണ്ട്. പാനി ബി ഡാൽ ദോ, വെള്ളവും ഒഴിക്കൂ. 1 ചമ്മച്ച് നമക് ഡാൽക്കർ 2 ഗിലാസ് പാനി ബി ഡാൽ ദോ. ഒരു സ്പൂൺ ഉപ്പിട്ട് 2 ഗ്ലാസ് വെള്ളവും ഒഴിക്കാൻ. അപ്പൊ ഇതിലിട്ട് എല്ലാം കൂടി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്, ഹരി മിർച്ച് ഇട്ടിട്ടുണ്ട്, ഹൽദി പൗഡർ ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും വെള്ളവും, മൂങ് ദാലും. ശേഷം കുക്കറിന്റെ അടുപ്പത്ത് വെച്ചോളൂ. ബാദ്മേ എന്ന് പറഞ്ഞാൽ ശേഷം, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുക്കർക്ക ഡക്കൻ ഡാൽക്കർ. കുക്കറിന്റെ ഡക്കൻ എന്ന് പറഞ്ഞാൽ അടപ്പ്, കുക്കറിന്റെ അടപ്പ്. ഡാൽക്കർ അടപ്പിട്ടിട്ട്, ഡക്കൻ ഡാൽക്കർ അടപ്പിട്ടിട്ട് ഗ്യാസ് സ്റ്റൗ പർ ചടാവോ. ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂള, ഗ്യാസിന്റെ ചൂള. പർ ചടാവോ. ചടാന എന്ന് പറഞ്ഞാല് മുകളിലേക്ക് കയറ്റി വെക്കുന്നതിനാ പറയാ. ഓക്കെ, എന്തെങ്കിലും അല്ലെങ്കിൽ കുക്കറിന്റെ മുകളിൽ സ്റ്റൗവിന്റെ മുകളിൽ വെച്ചോളാനാണ് പറയുന്നത്. സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യും. എന്തെങ്കിലും ലേശം ഉയരത്തേക്ക് എടുത്തു വെക്കുന്നതിന് നമുക്ക് ചടാന എന്ന് പറയാം കേട്ടോ. ചടാവോ, കുക്കർ ചടാവോ എന്ന് പറഞ്ഞാല് ചില വീട്ടിലൊക്കെ നമ്മൾ പോയാല് സാധാരണ സംസാരത്തിൽ നമ്മൾ ഇങ്ങനെയൊന്നും ഹിസ്റ്ററി ഒന്നും കൊടുക്കില്ല. കുക്കർ ചടാവോ എന്ന് പറഞ്ഞാല് ചടാവോ എന്ന് പറഞ്ഞാൽ കുക്കർ ഗ്യാസിന്റെ മുകളിലേക്ക് വെക്കും. എന്ന് വെച്ചാൽ കുക്കർ കാലിയല്ല, അതിൽ അരിയാണോ എന്താണോ ഇടാനുള്ള അത് ഇട്ടിട്ട് വെക്കാനാണ് പറയുന്നത്. 3 വിസിൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കണം. 3 വിസിൽ മാർനെ കെ ബാദ് ഗ്യാസ് ബന്ദ് കർ സക്തേ ഹെ. 3 എന്ന് പറഞ്ഞാൽ 3 വിസിൽ എന്ന് പറഞ്ഞാൽ വിസിൽ തന്നെ. മാർനെ കെ ബാദ്, വിസിൽ മാറണ എന്ന് പറഞ്ഞാല് ഈ വിസിൽ അടിക്കില്ലേ, നമ്മൾ വിസിൽ അടിക്കുക എന്ന് പറയില്ലേ. സീറ്റി മാറണമെന്നും പറയാൻ കേട്ടോ. സീറ്റി മാറണം എന്ന് പറഞ്ഞാലും വിസിൽ അടിക്കുന്നതാണ്. ഈ വിസിൽ അടിക്കുന്നതിന് പറയുന്ന പേരാണ് വിസിൽ മാറണ.
मारने के बाद അത് അടിച്ചതിന് ശേഷം ഗ്യാസ് ബന്ദ് കർ സക്തേ ഹൈ, ഗ്യാസ് ഓഫ് ആക്കാൻ പറ്റും. എന്നാൽ ഗ്യാസ് ഓഫ് ആക്കാം എന്നാൽ 3 വിസിലുകൊണ്ട് അത് വെന്ത് കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. 3 വിസിൽ കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫാക്കി വെക്കാം. അപ്പം പുതിയതാ അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാ. അരപ്പ് ഞാൻ മിക്സിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോരല്ലോ നമ്മുടെ ദാൽ തയ്യാറാവണമെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് അരപ്പ് തേങ്ങയും ചെറിയ ഉള്ളിയെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ അരച്ച് ചേർക്കും അവസാനം വറവിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അരപ്പ് ഞാൻ മിക്സിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മസാല മേ മിക്സി മേ തയ്യാർ കർക്കെ രഖി ഹോ. മസാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും. തേങ്ങ ഉണ്ടാവും, ചെറിയ ഉള്ളി ഉണ്ടാവും, ജീരകം ഉണ്ടാവും, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അവർ മസാല എന്ന് പറയുന്നത് കേട്ടോ. മസാല മേ മിക്സി മേ തയ്യാർ കർക്കെ രഖി. മേ എന്ന് പറയാം മസാല മേ ഞാൻ മിക്സിയിൽ തയ്യാർ കർക്കെ രഖി ഹോ, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മസാല ഒന്നും അരയ്ക്കാനുള്ള പ്രാപ്തി അവനായിട്ടില്ല. അപ്പം പുതിയതാണ്, മിക്സി ഒക്കെ ഓടിക്കാൻ അറിയുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഡെലിക്കേറ്റ് പാർട്ടൊക്കെ അവർ ചെയ്തങ്ങ് വെച്ചതാ. ബാക്കിയുള്ള റഫ് വർക്കൊക്കെയാണ് ഇപ്പൊ പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മസാല മേ മിക്സി മേ തയ്യാർ കർക്കെ രഖി ഹോ. സാറിന് 1 കപ്പ് ചായ കൊടുക്കൂ. സാബ്കോ 1 കപ്പ് ചായ ദേ ദോ. സാബ് എന്ന് പറഞ്ഞാൽ സാറിന് ഹിന്ദിക്കാര് സാബ് എന്നും വിളിക്കൂ കേട്ടോ. സാബ്കോ സാറിന് 1 കപ്പ് ചായ ദേ ദോ. 1 കപ്പ് ചായ കൊടുക്കൂ. 1 കപ്പ് ചായ കൊടുക്കൂ. അവിടുത്തെ സിസ്റ്റം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചായ ഉണ്ടാക്കി വെക്കൂ. ഓരോരുത്തരും വരുമ്പോൾ അവർക്ക് വേണ്ടത് ഒഴിച്ചു കുടിക്കുക. അപ്പോൾ സാബ്കോ 1 കപ്പ് ചായ ദേ ദോ എന്ന് പറഞ്ഞാൽ സാറിന് 1 കപ്പ് ചായ കൊടുക്കൂ. ഇതൊക്കെ നിത്യം അവർ ചെയ്തുകൊണ്ടിരുന്ന പണി. അപ്പോൾ അവർക്കൊരു ഹെൽപ്പർ ആയപ്പോൾ ഓരോന്നോരോന്ന് ഇവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പണി ഇവനങ്ങ് ടേക്ക് ഓവർ ചെയ്താൽ ഇവർക്ക് കുറച്ച് റിലീഫ് കിട്ടും അല്ലേ. സാറിന് 1 കപ്പ് ചായ കൊടുക്കൂ. സാബ്കോ 1 കപ്പ് ചായ ദേ ദോ. നോക്കൂ ആ ടിന്നിൽ ബിസ്ക്കറ്റ് ഉണ്ട്. നോക്കൂ എന്ന് പറയുമ്പോൾ അവൻ എന്തോന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും ഇത് പറയുന്നത്. ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ നോക്കൂ എന്ന് പറയുന്നത്. നോക്കൂ അത് നോക്കൂ എന്ന് പറയില്ല. ആ ടിന്നിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഡബയിൽ ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്കുറ്റ് ഹെ. ബിസ്ക്കറ്റിന് ബിസ്കുറ്റ് എന്നാ പറയാ കേട്ടോ. ബിസ്കുറ്റ്. ദേഖ് വോ ഡബ്ബാമേ ബിസ്കുറ്റ് പടാ ഹെ എന്ന് പറയാം, ബിസ്കുറ്റ് ഹെ എന്ന് പറയാം. ബിസ്ക്കറ്റ് ഉണ്ട്. ദേഖ് എന്ന് പറഞ്ഞാൽ നോക്കൂ. ദേഖോ എന്ന് പറയാട്ടോ. കുറച്ച് റെസ്പെക്ട് കുറച്ച് പറയുമ്പോൾ നമുക്ക് ദേഖോ എന്നുള്ളതിന് ദേഖ്. സംസാര ഭാഷയിലെ കുറെ വ്യത്യാസങ്ങൾക്ക് നമുക്ക് വരുത്താൻ പറ്റും. വോ ഡബ്ബാമേ ആ ടിന്നിൽ ബിസ്ക്കറ്റ് ഹേ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ഉണ്ട്. ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റും കൂടെ എടുത്തോളൂ. ചായക്കെ സാത്ത് 2 ബിസ്ക്കറ്റ് ബി ലേലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കാനാ പറയുന്നത്. അവരുടെ ഭർത്താവ് ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റ് കഴിക്കും. അപ്പൊ ആ ചായ കൊണ്ടുപോകുമ്പോ അതിന്റെ കൂടെ 2 ബിസ്ക്കറ്റും കൂടി എടുത്തോളാന്നാ പറയുന്നത്. ചായക്കെ സാത്ത് 2 ബിസ്ക്കറ്റ് ബി ലേലോ. ചായക്കെ സാത്ത് ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റും ബി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 2 ബിസ്ക്കറ്റും ലേലോ എന്ന് എടുത്തോളൂ. ചായ കൊണ്ടുപോകുമ്പോ 2 ബിസ്ക്കറ്റും കൂടി കൊണ്ടു കൊടുക്കാൻ. ചായക്കെ സാത്ത് 2 ബിസ്ക്കറ്റ് ബി ലേലോ. ബിസ്കുറ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ചായക്കെ സാത്ത് ചായയുടെ കൂടെ ലേലോ എടുത്തോളൂ. ചായയുടെ കൂടെ 2 ബിസ്ക്കറ്റും കൂടി എടുത്തോളൂ. നിനക്ക് ചപ്പാത്തി പരത്താൻ അറിയാമോ? ക്യാ തുമേ റൊട്ടി ബേൽന ആത്താ ഹെ? ക്യാ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കേട്ടോ. തുമേ റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി. ബേൽന ആത്താ ഹെ ക്യാ? ബേൽന എന്ന് പറഞ്ഞാൽ പരത്തില്ലേ നമ്മള് ചപ്പാത്തി പരത്തുന്നത്. അടുക്കളയിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എൻട്രി ചെയ്തവരെ കണ്ടിട്ടുണ്ടാവും. ബേൽന എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ചപ്പാത്തി പരത്തുക. നമ്മളിങ്ങനെ ആട്ട കുഴച്ചിട്ട് ഉരുട്ടി വെച്ചിട്ട് പരത്തി വട്ടത്തിലാക്കണം. അതിനാണ് ബേൽന എന്ന് പറയുന്നത്. ആത്താ ഹെ എന്ന് പറയാൻ അറിയാമോ? തുമേ റൊട്ടി ബേൽന ആത്താ ഹെ ക്യാ? അങ്ങനെ ചോദിക്കുക. ഈ ക്യാ അപ്പുറത്തും ഇടാം. ഓക്കെ. തുമേ റൊട്ടി ബേൽന ആത്താ ഹെ ക്യാ? അറിയാം മേഡം. ഒരുവിധം ശരിയാവും, വട്ടത്തിലാവില്ല. അപ്പം പറയുന്ന ആത്താ ഹെ മേഡം. അറിയാം മേഡം എന്നുള്ളതിനാണ് ആത്താ ഹെ മേഡം. ലഗ്ബഗ് ഒരു വിധത്തിൽ പറയുന്നതാണ് ലഗ്ബഗ്, ഏകദേശം അല്ലെങ്കിൽ ഒരു വിധം. സഹി ബൻതാ ഹെ. സഹി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുണ്ടാക്കാം. ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ടാവും. ഗോൽ നെഹിം ബൻതാ ഹെ. ഗോൽ നെഹിം ബൻതാ എന്ന് പറഞ്ഞാൽ വട്ടത്തിലാവൂല. ചപ്പാത്തിയുടെ ഷേപ്പ് പെർഫെക്റ്റ് ചപ്പാത്തി എന്ന് പറയുന്നത് വട്ടത്തിലുള്ള ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇവൻ പരത്തിയ പെർഫെക്റ്റ് വട്ടത്തിലാവില്ല, ഒരുവിധമൊക്കെ ശരിയായിട്ട് വരും അല്ലെ. അതിനാണ് അങ്ങനെ പറയുന്നത്. സാരമില്ല, ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. കോയി ബാത്തിനെ മേ സിഖാവുങ്കി. ഈ സ്ത്രീ കുറച്ച് നല്ല മര്യാദക്കാരിയാണെന്ന സംസാരത്തിലൂടെയൊക്കെ തോന്നിട്ട്. അവനൊന്നും അറിയില്ലെങ്കിൽ അങ്ങോട്ട് ഒച്ചയുടെ ബഹളം എടുക്കുന്നില്ല. ചില സ്ത്രീകളൊക്കെ ഉണ്ട്, ഒന്നും അറിയില്ലെങ്കിൽ നീ ഒന്നും പഠിക്കാതെയാണോ പണിക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവരെ ഇതാക്കും. ഇവര് മര്യാദയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോയി ബാത്തിനെ സാരമില്ല. നെഹി മേ സിഖാവുങ്കി. കോയി ബാത്തിനെ എന്ന് പറഞ്ഞാൽ സാരമില്ല, മേ സിഖാവുങ്കി ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. മേ സിഖാവുങ്കി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. കോയി ബാത്തിനെ മേ സിഖാവുങ്കി, സാരമില്ല ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. സിഖാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. സിഖാവുങ്കി പഠിപ്പിച്ച്
തരുന്നുണ്ട്. നീ പോയി മോൻ ഉണർന്നോ എന്ന് നോക്ക്. തും ജാക്കർ ദേഖോ ബേട്ട ജഗാ ഹുവാ കി നഹി. തും ജാക്കർ ദേഖോ, നീ പോയിട്ട് നോക്ക്. ബേട്ട, ബേട്ട എന്ന് പറഞ്ഞാൽ അവരുടെ മകനുണ്ടല്ലോ, കൊച്ചുമകൻ. ജഗാ ഹുവാ കി നഹി, അവൻ ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. ഉണരുക എന്നുള്ളതിനാ ജാഗ്ന എന്ന് പറയാ. ജഗാ ഹുവാ, ഉണർന്നിരിക്കുകയാണോ, അല്ലെങ്കിൽ ഉണർന്നിട്ടുണ്ടോ. കി നഹി, ഉണർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാ. അതിനാണ് ഇങ്ങനെ പറയുന്നത് ജഗാ ഹുവാ കി നഹി, ഉണർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ. അവൻ ഉണർന്നിട്ടുണ്ട്, വാഷ്റൂമിലാണ്. അപ്പൊ ഇവൻ പറയാണ് അവൻ ഉണർന്നിട്ടുണ്ട്. ബോ ജഗാ ഹുവാ ഹെ, അവൻ ഉണർന്നിട്ടുണ്ട്. ബോ ജഗാ ഹുവാ ഹെ എന്ന് പറഞ്ഞാൽ അവൻ ഉണർന്നിട്ടുണ്ട്. വാഷ്റൂം മേ ഹെ, വാഷ്റൂമിന് വാഷ്റൂം എന്ന് പറയും. ഷാക്കൊക്കെ ഇവർ അധികം ഷാ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുക. വാഷ്റൂം മേ ഹെ എന്ന് പറഞ്ഞാൽ എന്താ, വാഷ് ചെയ്യുന്ന റൂമിൽ. വാഷ് ചെയ്യുന്ന റൂം എന്ന് പറയുന്നത് ടോയ്ലറ്റ്, ബാത്റൂം ആവാം, എവിടെയാണോ പൈപ്പ് ഫിറ്റിംഗ് ഒക്കെ ഉള്ള ആ റൂമിന് നമുക്ക് വാഷ്റൂം എന്ന് പറയാം കേട്ടോ. ബോ ജഗാ ഹുവാ ഹെ, അവൻ ഉണർന്നിട്ടുണ്ട്. വാഷ്റൂം മേ ഹെ, വാഷ്റൂമിലാണ് ഉള്ളത്. അവൻ ഉണർന്നിട്ടുണ്ട്, വാഷ്റൂമിലാണ്. ബോ ജഗാ ഹുവാ ഹെ, വാഷ്റൂം മേ ഹെ, വാഷ്റൂമിലുണ്ട്. എങ്കിൽ അവൻ ഒരു ഗ്ലാസ് പാല് തയ്യാറാക്കി വെച്ചോളൂ. തോ ഉസ്കേ ലിയേ ഏക് ഗിലാസ് ദൂത് തയ്യാർ കർക്കെ രഖോ. തോ, എങ്കിൽ ഉസ്കേ ലിയേ, അവന് വേണ്ടി, ഏക് ഗിലാസ്, ഒരു ഗ്ലാസ്, ദൂത് തയ്യാർ കർക്കെ രഖോ, പാല് തയ്യാറാക്കി വെച്ചോളൂ. അവന് പാലായിരിക്കും കൊടുക്കുക. നോർത്തിലൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊന്നും നമ്മൾ ചായ കൊടുക്കില്ല നോർമലി കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ ചായ കുറെ കുടിപ്പിക്കും. തോ ഉസ്കേ ലിയേ, എങ്കിൽ അവന് വേണ്ടി, ഏക് ഗ്ലാസ്, ഒരു ഗ്ലാസ്, ദൂത്, ദൂത് എന്ന് പറഞ്ഞാൽ തയ്യാർ, പാല് തയ്യാർ കർക്കെ രഖോ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി വെച്ചോളൂ. അപ്പൊ അവൻ ഉറങ്ങിണീറ്റിട്ടുണ്ട്, വാഷ്റൂമിലാണ്. ഇപ്പൊ വാഷ്റൂം കഴിഞ്ഞ് അവൻ വരുമ്പോഴത്തേക്ക് അവന്റെ പാല് തയ്യാറാക്കി വെക്കാനാണ് പറയുന്നത്. ഒരു സ്പൂൺ ഹോർലിക്സ്, അര ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ഒരു സ്പൂൺ ഹോർലിക്സും, അതിനെന്താ പറയാ, ഏക് ചമച്ച് ഹോർലിക്സ്. ചമച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണാണ്, ചമച്ച് സ്പൂൺ. ഏക് ചമച്ച് ഹോർലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഹോർലിക്സ്. और आधा चम्मच चीनी, അര സ്പൂൺ ചീനി എന്ന് പറഞ്ഞാൽ ഷുഗർ, പഞ്ചസാര. ബി ഡാൽ ദോ, പഞ്ചസാരയും ഇട്ടോളൂ. ഏക് ചമച്ച് ഹോർലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ഹോർലിക്സും, और आधा चम्मच चीनी, അര സ്പൂൺ പഞ്ചസാരയും ഇട്ടോളൂ. ഡാൽ ദേന എന്ന് പറഞ്ഞാൽ ഇടണം അല്ലെങ്കിൽ ഇട്ടോളൂ, എങ്ങനെ പറഞ്ഞാലും ഓക്കെ. ഏക് ചമച്ച് ഹോർലിക്സ് और आधा चम्मच चीनी भी डाल देना. ഒരു സ്പൂൺ ഹോർലിക്സും, ചില കുട്ടികൾക്കൊക്കെ നമ്മൾ ഹോർലിക്സും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക അല്ലെ. അവന്റെ ചപ്പാത്തിയിൽ അല്പം നെയ്യ് തേക്കണം. ഉസ്ക റൊട്ടിമേ തോടാ ഘീ ലഗാ ദേന. ഉസ്ക, അവന്റെ, റൊട്ടിമേ, റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, ചപ്പാത്തിമേ അല്ലെങ്കിൽ റൊട്ടിമേ, തോടാ കുറച്ച്, ഘീ ലഗാ ദേന. ഘീ എന്ന് പറഞ്ഞാൽ നെയ്യ്, നെയ്യ് ചേർക്കണം. കുട്ടികൾക്കൊക്കെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. അവരുടെ വളരുന്ന സ്റ്റേജാണ്, അവർക്കെല്ലാം ന്യൂട്രിയന്റിന്റെ കൂടുതൽ ന്യൂട്രിയന്റിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ച് നമ്മൾ സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുക. ഹോർലിക്സ് ഇട്ട് കൊടുക്കുക, നെയ്യ് തേച്ച് കൊടുക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉസ്ക റൊട്ടിമേ, അവന്റെ റൊട്ടിയിൽ, തോടാ ഗീ ലഗാദേന, കുറച്ച് നെയ്യ് ചേർക്കണം. കുക്കർ 3 വിസിലടിച്ചു, ഗ്യാസ് ഓഫ് ആക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ കുക്കറിന്റെ 3 വിസിലായി അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവർ പറയാ കുക്കർ 3 സീറ്റി മാർ ദിയ, കുക്കർ 3 വിസില് അടിച്ചിട്ടുണ്ട്. ഗ്യാസ് ബന്ദ് കരൂ, ഗ്യാസ് ഓഫ് ആക്കിക്കോളാൻ. ഗ്യാസ് ബന്ദ് കരൂ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓഫ് ആക്കൂ, തീ ഓഫ് ആക്കാനാ പറയുന്നത്. കുക്കർ 3 സീറ്റി മാർ ദിയ, കുക്കർ 3 വിസില് അടിച്ചിട്ടുണ്ട്. മാർ ദിയ, അടിച്ചു, വിസിലടിച്ചു. ഗ്യാസ് ബന്ദ് കരൂ, ഗ്യാസ് ഓഫ് ആക്കൂ. ഡൈനിങ് ടേബിൾ റെഡിയാക്കൂ, ഡൈനിങ് ടേബിൾ ലഗാവൂ. റെഡിയാക്കുക എന്ന് പറയുന്നതിന് തയ്യാർ കരോ എന്നാണ് ആക്ച്വൽ വേർഡ് മീനിങ് വെച്ച് നോക്കേണ്ടത്. പക്ഷെ ഈ തയ്യാർ കരോ എന്നൊന്നും നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ടേബിൾ ലഗാവൂ എന്നാ പറയാ. ഡൈനിങ് പോലും അവർ പറയില്ല, ടേബിൾ ലഗാവൂ. ടേബിൾ ലഗാവൂ എന്ന് പറഞ്ഞാൽ ടേബിൾ സെറ്റ് ആക്കാനാണ് പറയുന്നത്. ടേബിൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ടേബിൾ മാറ്റ് എടുത്ത് വെക്കേണ്ടി വരും. ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക, ടേബിൾ തുടയ്ക്കുക, ഗ്ലാസും വെള്ളവും എടുത്ത് വെക്കുക, തിന്നാനുള്ള പ്ലേറ്റ് എടുത്തുക. ഈ പ്രോസസ്സ് എല്ലാം കൂടി ചെയ്യുന്നതാണ് ടേബിൾ ലഗാവൂ എന്ന് പറയുന്നത്. ടേബിൾ ലഗാവൂ എന്ന് പറഞ്ഞാൽ ടേബിൾ റെഡിയാക്കുന്ന. മറ്റ് ലഗാവൂ എന്ന് മാത്രം എടുത്ത് പറയുമ്പം ഈ ഒരു മീനിങ് കിട്ടില്ല കേട്ടോ. ടേബിൾ ലഗാവൂ എന്ന് പറയുമ്പോൾ ഈ മീനിങ് കിട്ടുള്ളൂ. ടേബിൾ മാറ്റ് താഴെയുണ്ട്, ടേബിൾ മാറ്റ് നീച്ചേ ഹേ. നീച്ചേ എന്ന് അവർ അവിടെ കബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെൽഫ് എന്തെങ്കിലും ഉണ്ടാവും, അതാണ് പറയുന്നത്. ടേബിൾ മാറ്റ് താഴെയുണ്ട്, ടേബിൾ മാറ്റ് നീച്ചേ ഹേ. ടേബിൾ മാറ്റ് അറിയാലോ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം പ്ലേറ്റ് വെക്കാൻ
ടേബിൾ മാറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ടേബിൾ കടകട എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാക്കും. അത് പോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടേബിൾ മാറ്റ് ഇടുന്നത്. അത് താഴെയുണ്ട്, അതൊക്കെ എടുത്ത് ടേബിൾ സെറ്റ് ആക്കണം. എന്നിട്ടായിരിക്കും എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം എല്ലാവർക്കും രാവിലെ പോകാനുണ്ട്. അപ്പം ടേബിൾ സെറ്റ് ആക്കാനാണ് പറയുന്നത്. ടേബിൾ മാറ്റ് നീച്ചെ ഹെ, ടേബിൾ മാറ്റ് താഴെയുണ്ട്. ബാക്കി നാളെ, ബാക്കി കൽ, നാളെ എന്നുള്ളതിന് കൽ എന്ന് പറയും. താങ്ക് യു ഫോർ വാച്ചിങ്.